ഹായ് ഗേസ്, ഇതെന്താ ഉണ്ടാക്കാൻ പോകുന്നതെന്ന് ഒന്ന് ഗസ്റ്റ് ചെയ്യാമോ? വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ സ്റ്റാറി സിസ്റ്റേഴ്സ്. ആദ്യം തന്നെ നമ്മുടെ ബീട്രൂട്ടും പച്ചമുളകും എടുക്കുക. ഇന്നത്തേക്ക് എന്താ കുനുകുനാന്ന് അരിഞ്ഞു വെക്കുക. അതിനുശേഷം മുളകും അതേപോലെ അരിഞ്ഞു വെക്കുക. 4-5 ചെറിയുള്ളി എടുക്കുക. എന്നിട്ട് നമ്മൾ കുക്കർ ചൂടാക്കിയിട്ട് അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ബീട്രൂട്ട് ആഡ് ചെയ്യുക. ബീട്രൂട്ട് ഇട്ട് കഴിഞ്ഞ ഉടനെ നമ്മുടെ കൊച്ചുള്ളിയും പച്ചമുളകും ആഡ് ചെയ്യുക. അതിനോടൊപ്പം കുറച്ച് വെള്ളം കൂടെ ആഡ് ചെയ്യുക. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും നമ്മൾ ആഡ് ചെയ്യുക. എന്നിട്ട് കുക്കർ നന്നായിട്ട് അടച്ചു വെച്ചിട്ട് ഒരു 5 വിസിൽ അടിക്കുക. 5 വിസിൽ കഴിയുമ്പോഴേ കുക്കർ അങ്ങോട്ട് അണയ്ക്കുക. പിന്നെ അതിനുശേഷം അതിന് വേണ്ടുന്ന മിക്സിന് വേണ്ടിയുള്ള ഇൻഗ്രീഡിയൻസ് എടുക്കുക. തേങ്ങ എടുക്കുക, അതിൽ കുറച്ച് കടുകും കൂടെ ഇടുക. എന്നിട്ട് നമ്മൾ അതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സിയിൽ അടിച്ചെടുക്കുക. അതാ നമ്മുടെ മിക്സ് റെഡി ആയിട്ടുണ്ട്. അപ്പം നമ്മുടെ കുക്കറിലെ വിസിലൊക്കെ പോയി അത് ഏകദേശം ഒന്ന് തണുത്ത് കാണും. എന്നിട്ട് നമ്മൾ ബീട്രൂട്ട് ഒന്ന് ചെക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നന്നായിട്ട് വെന്തോന്ന് അറിയാൻ വേണ്ടി. അതിനുശേഷം ബീട്രൂട്ട് വീണ്ടും ഒരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കുക. എന്നിട്ട് നമ്മളതിനെ മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക. ബീട്രൂട്ട് മിക്സിയിലിട്ടൊന്ന് അടിക്കുമ്പോഴത്തേക്ക് തൈര് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് നമ്മൾ അടുപ്പിലേക്ക് ചട്ടി വെച്ചിട്ട് നമ്മൾ ഈ ആദ്യം തയ്യാറാക്കിയ മിക്സ് ഇതിലേക്ക് ആഡ് ചെയ്യാം. മിക്സ് ആഡ് ചെയ്തതിനു ശേഷം നേരത്തെ അഴിച്ചു വെച്ചിട്ടുള്ള ബീട്രൂട്ട് നമ്മൾ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കാം. ചെറു ചൂടിലിട്ട് ഇങ്ങനെ നമ്മൾ കുറച്ച് നേരം ഒന്ന് ഇളക്കിക്കൊണ്ടിരിക്കണം. എന്നിട്ട് ആ മിക്സിയിലുള്ള ബാക്കി എല്ലാ അരപ്പും കൂടെ നമ്മളൊന്ന് കുറച്ച് വെള്ളവും കൂടെ ആഡ് ചെയ്ത് നന്നായിട്ട് ഇതിലോട്ട് ആഡ് ചെയ്യും. എന്നിട്ട് അതിലേക്ക് നമ്മൾ ആവശ്യത്തിന് ഉപ്പും ആഡ് ചെയ്യാം. അതിനുശേഷം നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന തൈര് ഇതിലങ്ങോട്ട് ഒഴിച്ചങ്ങ് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഒരു ഇളം ചൂടി വേണം നമ്മൾ ഇതെല്ലാം ചെയ്യാൻ. ആ സമയം കൊണ്ട് നമുക്ക് താളിക്കാനുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസ് ഇവിടെ റെഡിയാക്കാം. ആദ്യം തന്നെ എണ്ണ ചൂടാക്കിയതിനു ശേഷം അതിൽ കടുകിടുക, കൊച്ചുള്ളി ഇടുക, അതിലേക്ക് വറ്റൽമുളക് ഇടുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. പിന്നെ കറിവേപ്പില ഇടുക. ഇത് മൂത്ത് വരുമ്പോഴത്തേക്ക് നമ്മുടെ കിച്ചടിയിലേക്ക് നമുക്കിത് ആഡ് ചെയ്ത് കൊടുക്കാം. ആഹാ, ഇപ്പൊ കാണാൻ തന്നെ എന്താ ഒരു ഭംഗി. ഇനി നമുക്ക് ഇത് എല്ലായിടത്തും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എൻ്റെ ദൈവമേ, കണ്ടിട്ട് തന്നെ കൊതിയായിട്ട് പാടില്ല. അപ്പോൾ ഇനി ഇത് കഴിച്ചാലും കൊണ്ടുള്ളൊരു കാര്യവും. അപ്പം നമ്മുടെ സൂപ്പറായിട്ടുള്ളൊരു കിച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം ഞങ്ങളുടെ ചാനൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്.